الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام الأكملان الأتمان على خاتم الأنبياء وإمام الأتقياء وسيد المرسلين وخليل رب العالمين فكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പ്രീതി ലഭിക്കുന്ന മഹത്തായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ സ്വർഗത്തിൻ്റെ അവകാശിയായി മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനും പ്രവാചകന്റെ സന്നിധിയിൽ വന്നിരുന്ന് അവിടുത്തെ തിരുചുണ്ടുകളിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രകാശപൂരിതമായ ആശയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനുമായി ദൂരെ സ്ഥലങ്ങളിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നുമെല്ലാം യാത്രാ സംഘങ്ങളായി ആളുകൾ കടന്നു വരിക എന്നത് വളരെ സർവ്വസാധാരണയായിരുന്നു. പ്രത്യേകിച്ചും ഹിജ്റ 8-ാം വർഷം മക്കം ഫതഹിന് ശേഷം, മക്ക വിജയമുണ്ടായതിന് ശേഷം കുറച്ചുകൂടി വലിയ തോതിൽ വ്യാപകമായി യാത്രാ സംഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാനായി മദീനയിലേക്ക് ഒഴുകിയെത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഹിജ്റ 9-ാം വർഷം
മഹാനായ അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ബഹ്റൈനിൽ നിന്നും ഒരു വഫ്ദ് യാത്രാ സംഘം മദീനയിലേക്ക് കടന്നു വരികയുണ്ടായി. ആ യാത്രാ സംഘത്തിൽ ഏകദേശം 40ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ അധികം ആളുകളും ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന, ദീനിനെ കുറിച്ച് കൂടുതലൊന്നും പഠിച്ച് മനസ്സിലാക്കാത്ത, അറിവില്ലാത്ത പുതുമുസ്ലിമീങ്ങളായ ആളുകളായിരുന്നു. അങ്ങനെ അവർ മദീനയിലേക്ക് വളരെ ആവേശത്തോടെയും വളരെ ആകാംക്ഷയോടുകൂടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതുവരെയും പ്രവാചകനെ കാണാത്ത ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ മദീനയിലേക്ക് പ്രവാചകന്റെ അടുത്തേക്ക് എത്തിയ സന്ദർഭത്തിൽ അവരിൽ അധികം ആളുകളും വളരെ വേഗത്തിൽ ആ പ്രവാചകനെ ആദ്യമായി കണ്ടുമുട്ടിയതിന്റെ സന്തോഷം കാരണത്താൽ വളരെ ധൃതി പിടിച്ച് പ്രവാചകന്റെ അരികിലേക്ക് അവർ ഓടിയെത്തി. അവരിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൾ പിടിച്ച് ചുംബനങ്ങൾ നൽകാൻ തുടങ്ങി. മറ്റു ചില ആളുകൾക്ക് പ്രവാചകന്റെ കാലുകളാണ് ലഭിച്ചത്. അങ്ങനെ അവർ കാലുകളിൽ പിടിച്ച് ചുംബനങ്ങൾ നൽകാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ ഓരോരുത്തരും അവർക്ക് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഏത് ഭാഗമാണോ ലഭിക്കുന്നത് ആ ഭാഗത്തെ പിടിച്ച് തലോടുന്ന വളരെ സ്നേഹാർദ്ദമായ വല്ലാത്ത ഒരു രംഗം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അവർ പുതുമുസ്ലിമീങ്ങളാണ്, ആദ്യമായി തന്നെ കാണാൻ വേണ്ടി വന്നവരാണ്, അത്ര കണ്ട് വിവരമില്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ എതിർക്കാനോ അവരോട് മാറി നിൽക്കാനോ ഒന്നും പറയാതെ അവർക്ക് അവരുടെ സൗകര്യത്തിന് പ്രവാചകനെ ആ രൂപത്തിൽ വാരി പുണർന്നുകൊണ്ട് സ്നേഹിക്കാനുള്ള ഒരു അവസരം, സ്വാതന്ത്ര്യം പ്രവാചകൻ കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അല്പനേരം കഴിഞ്ഞപ്പോ അവരുടെ നേതാവായിരുന്ന, അമീറായിരുന്ന അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വളരെ സാവകാശം, യാതൊരു ധൃതിയും കാണിക്കാതെ വളരെ സാവകാശത്തിൽ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി വളരെ ശുദ്ധിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഒതുക്കത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരാണ്. അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സ്വഭാവം, അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. പ്രവാചകൻക്ക് വല്ലാത്ത കൗതുകം തോന്നി അദ്ദേഹത്തിന്റെ വിഷയത്തിൽ. കാരണം ബാക്കിയുള്ള അധികം ആളുകളും ഈ രൂപത്തിൽ പ്രവാചകനോട് ആ സ്നേഹചുംബനങ്ങൾ നൽകിക്കൊണ്ട് പ്രവാചകനെ വാരി പുണർന്ന് ധൃതി പിടിച്ച് ആ രൂപത്തിൽ കടന്നു വന്നപ്പോ അതൊന്നും ചെയ്യാതെ വളരെ സാവകാശത്തിൽ, വളരെ വക്കാറോടുകൂടി, ഗാംഭീര്യത്തോടുകൂടി, നല്ല ഒതുക്കത്തോടുകൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായി. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്ന ഫീക ഖുല്ലതൈൻ, അല്ലയോ അഷജ്, തീർച്ചയായും താങ്കളിൽ 2 സൽഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹ്, അത് രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ വറസൂലും, അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവും റസൂലും വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ മാതൃകാപരമായ 2 സൽഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ താങ്കളിൽ ഞാൻ കാണുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം ചോദിച്ചു, അഖുലുഖൈനി തഖല്ലഖ്തു ബിഹിമാ, അള്ളാഹുവിന്റെ റസൂലെ, ഈ 2 ഗുണങ്ങൾ, അൽ ഹിൽമു വൽ അനാത്ത്, ആ 2 ഗുണങ്ങളിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞത് അൽ ഹിൽം, വിവേകം എന്നതാണ്. രണ്ടാമത്തത് അൽ അനാത്ത്, അവധാനത.
ഈ രണ്ട് ഗുണങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അഖുലുഖൈനി തഖല്ലഖ്തു ബിഹിമാ, ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളും അത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണോ, വളർത്തിയെടുത്ത സ്വഭാവമാണോ, അതല്ല അം ഖുലുഖൈനി ജുബിൽതു അലൈഹിമാ, എനിക്ക് ജന്മവാസനയായി അള്ളാഹു നൽകിയ സ്വഭാവങ്ങളാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഖുലുഖൈനി ജുബിൽതു അലൈഹിമാ, താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്മവാസനയായി ജന്മനാ തന്നെ നൽകിയ രണ്ട് സ്വഭാവങ്ങളാണത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ ഖുലുഖൈനി യുഹിബ്ബുഹും അല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടാൻ മാത്രമുള്ള ഈ രണ്ട് സൽഗുണങ്ങൾ എനിക്ക് സമ്മാനിച്ച, എനിക്ക് ജന്മവാസനയായി നൽകിയ അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്ര താളുകളിൽ വളരെ ശ്രദ്ധേയമായ ഇടം പിടിച്ച, വളരെ ചിന്തനീയമായ ചില ഗുണപാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന ഒരു ചരിത്ര സംഭവമാണിത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് മറ്റാരുടെയും സ്നേഹം, ഇഷ്ടം ലഭിച്ചില്ലെങ്കിൽ പോലും, സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും പോലും സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം ലഭിക്കുക എന്നുള്ളത്, അത് നേടിയെടുക്കുക എന്നുള്ളത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെയും അനുസരിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ച റസൂലിന്റെയും സ്നേഹം ലഭിക്കുക എന്നുള്ളത് അത്രയും ഈമാനുള്ള, അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ചില നല്ല ഗുണങ്ങൾ കണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വലിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത്, വലിയ ഒരു അംഗീകാരമാണ് കൊടുത്തത്. അള്ളാഹും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകമായി എടുത്തു വിശേഷിപ്പിച്ച് പറയുകയാണ് ചെയ്തത്. അതിന്റെ കാരണമായി രണ്ട് സ്വഭാവങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് കാര്യമായി നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിലൊന്നു പറഞ്ഞത് അൽ ഹിൽമി എന്നാണ്. ഹിൽമി എന്നതിന് സാധാരണ മലയാളത്തിൽ നമ്മൾ വിവേകം എന്നാണ് അർത്ഥം പറയുക. എന്നാൽ പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണമായി എന്താണ് ഈ ഹിൽം എന്ന സ്വഭാവം, വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിച്ചത് കാണാം. ഫഹുവ അൻ യംലികൽ ഇൻസാനു നഫ്സഹു ഇൻദൽ ഗളബ്, വിവേകം എന്ന് പറഞ്ഞാൽ കോപം വരുന്ന സന്ദർഭത്തിൽ തന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇദാ ഹസല ഗളബുൻ വഹുവ ഖാദിറുൻ ഫഇന്നഹു യഹ്ലു, കോപം വന്നു, അവൻക്ക് പ്രതികരിക്കാനുള്ള, അവിടെ ഇടപെടാനുള്ള ശക്തിയും സാമർഥ്യവും എല്ലാം ഉണ്ട്, എന്നിട്ടും ഇവിടെ പ്രതികരിക്കാതിരിക്കലാണ് നല്ലത്, മിണ്ടാതിരിക്കലാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി അവിടെ ആ രൂപത്തിൽ വിവേകത്തോടുകൂടി ഇടപെടുന്ന സ്വഭാവത്തെയാണ് ഹിൽമ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മിൽ അധികം ആളുകൾക്കും ഇല്ലാതെ പോയ പല വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് ഈ ഹിൽം എന്ന് പറയുന്ന സ്വഭാവം നമ്മിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിമകൾ എന്ന് അള്ളാഹു പ്രത്യേകം വിശേഷിപ്പിച്ച വിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കുന്നിടത്ത് ആദ്യമായി പറഞ്ഞത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു പറഞ്ഞത് പരമകാരുണികന്റെ അടിമകൾ യംശൂന അലൽ അർളി ഹൗനാ, അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ വിനയാന്വിതരായി, വിനയത്തോടുകൂടി വിവേകത്തോടുകൂടി നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അറിവില്ലാത്ത വിവരദോഷികളായ ആളുകൾ അവരോട് സംസാരിക്കാനോ തർക്കിക്കാനോ ഒക്കെ വന്നാൽ അവർ വളരെ സമാധാനപരമായി, മാന്യമായി, വിവേകത്തോടുകൂടി പെരുമാറുന്നവരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് കാണാം. വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ടാണ് അള്ളാഹു അവിടെ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്. പൂർവികരായ നമ്മുടെ സലഫുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു സ്വഭാവത്തിനുള്ള മഹിതമായ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്
ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരു പ്രയാസം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നലി ജാറൻ, എനിക്കൊരു അയൽവാസിയുണ്ട്, യുദീനി വയഷ്തിമുനി വയുദയ്യിഖു അലൈ. ആ അയൽവാസി എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്, എന്നെ ആക്ഷേപിക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ഹബ്, താങ്കൾ തിരിച്ചു പോവുക. ഫഇൻ ഹുവ അസല്ലാഹ ഫീക ഫഅത്ഇല്ലാഹ ഫീഹി. നിങ്ങളുടെ കാര്യത്തിൽ ആ അയൽവാസി അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അയൽവാസിയുടെ കാര്യത്തിൽ അള്ളാഹുവിനെ അനുസരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ നിങ്ങളെ ആ മനുഷ്യൻ ആ രൂപത്തിൽ പ്രയാസപ്പെടുത്തുമ്പോൾ സത്യത്തിൽ അള്ളാഹുവിനെയാണ് ധിക്കരിക്കുന്നത്. കാരണം ഒരു അയൽവാസിയോട് നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അള്ളാഹുവിനെയാണ് അത് ധിക്കരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് അതേ രൂപത്തിൽ പ്രതികരിക്കാൻ പാടില്ല, അതേ നാണയത്തൊട്ടിൽ തിരിച്ച് സംസാരിക്കാൻ പാടില്ല, ആ മനുഷ്യർക്ക് അതേപോലെ പ്രയാസമുണ്ടാക്കാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. അഥവാ അങ്ങോട്ടൊരു അയൽവാസിയോട് ഏതൊക്കെ രൂപത്തിൽ പെരുമാറണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചു, ആ രൂപത്തിൽ നിങ്ങൾ മാന്യമായിട്ട് പെരുമാറുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പകരത്തിന് പകരമായി ഇങ്ങോട്ട് എന്താണോ അങ്ങോട്ട് അതുപോലെ എന്നുള്ള നിലപാടല്ല സ്വീകരിക്കാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. നമ്മിൽ അധികം ആളുകളും ഇന്ന് അങ്ങനെയാണ്. അവരുടെ വലിയൊരു മുദ്രാവാക്യം പോലെ, വലിയൊരു പ്രസ്താവനയായി അവരുടെ വാട്സപ്പുകളിലും സ്റ്റാറ്റസിലും ട്വിറ്ററിലും ഒക്കെ അവർ കുറിച്ചു വെക്കുന്ന ചില വാചകങ്ങൾ അങ്ങനെയാണ്. ഇന്നത്തെ ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നെ മനസ്സിലാക്കുന്നവരെ ഞാൻ മനസ്സിലാക്കും, എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ വിശ്വസിക്കും, എനിക്ക് സഹായം ചെയ്തവർക്ക് ഞാൻ സഹായം നൽകും, എന്നെ ചതിച്ചവൻ അതിനേക്കാളും വലിയ രീതിയിൽ ഞാൻ ചതിക്കും. ഇങ്ങനെ ഇങ്ങോട്ടെങ്ങനെ അതുപോലെ അങ്ങോട്ട് എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ സ്വഭാവമല്ല ഇത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇങ്ങോട്ടെങ്ങനെ അങ്ങോട്ടങ്ങനെ എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ലക്ഷണമല്ല എന്നതുള്ളതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞത്. പകരത്തിന് പകരം വീട്ടുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കും, ഞാൻ പോകും, ഇല്ലെങ്കിൽ ഇല്ല. ഈ നിലപാടല്ല കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ലക്ഷണം. മറിച്ച് അറ്റുപോയ ബന്ധങ്ങളെ ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ലെങ്കിലും അങ്ങോട്ട് പോയി സലാം പറഞ്ഞ ബന്ധം പുതുക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഷഅബി റഹിമഹുല്ല, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചരിത്ര സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആളുകൾ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്യാത്ത പല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അതിശക്തമായ രൂപത്തിൽ വിമർശിച്ചു. ഇമാം ഷഅബി റഹിമഹുല്ല പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇൻ കുന്ത സ്വാദിഖൻ ഫഗഫറല്ലാഹു ലീ. വളരെ വിവേകത്തോടു കൂടിയാണ്, ഹിൽമോട് കൂടിയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഷഅബി റഹിമഹുല്ല പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, എന്നെ കുറിച്ച് ഇപ്പൊ പലതും നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ, അത് സത്യമാണെങ്കിൽ, ഉള്ളതാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ എന്നാണ്. വീണ്ടും പറഞ്ഞു, വഇൻ കുന്ത കാദിബൻ. എന്നാൽ ഇത്രയും വലിയ ആളുകൾ ആദരിക്കുന്ന ഇമാമായ പണ്ഡിതനായ എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളമാണ് എങ്കിൽ ഫഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കട്ടെ എന്നല്ല. മറിച്ച് അദ്ദേഹം പറയാണ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ്. സത്യമാണെങ്കിൽ എനിക്ക് പുറത്തു തരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ്. അപ്പൊ ഈ ഒരു പ്രതികരണം കേട്ടുകൊണ്ട് ആ മനുഷ്യന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാം. അദ്ദേഹത്തിന് എത്ര കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. ഇത്രയും നല്ല ഒരു മനുഷ്യനെയാണല്ലോ, പണ്ഡിതനെയാണല്ലോ ഞാൻ വിമർശിച്ചത് എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന് ആ ചെയ്തതിന്റെ പേരിൽ കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവും. അത്രയും വിവേകത്തോടു കൂടിയാണ് ഇവിടെ ഇമാം ഷഅബി റഹിമഹുല്ല പ്രതികരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ വളരെ കൃത്യമായി സാഹചര്യവും തന്നോട് സംസാരിക്കാൻ വരുന്ന വ്യക്തിയുടെ അവസ്ഥയും അവന്റെ അറിവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ പെരുമാറുന്നതിനെയാണ് ഹിൽം, വിവേകം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമിക്കുന്ന ആളുകൾക്ക് വിവേകത്തോടു കൂടി പെരുമാറാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ക്ഷമ? ഒരു ഉസ്താദിനോട്, ഒരു പണ്ഡിതനോട്
തൻ്റെ ശിഷ്യൻ വന്നുകൊണ്ട്, ഒരു വിദ്യാർത്ഥി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ക്ഷമ, അതിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. അതാണ് ക്ഷമ. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നല്ല സുഗന്ധമുള്ള ഒരു പൂവിനെ നമ്മൾ നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ മെതിച്ചാൽ ആ പൂ ഇങ്ങനെ കഷ്ണങ്ങളാകും തോറും അതിൽ നിന്ന് നല്ല സുഗന്ധമാണ്, നീരാണ് വരുന്നത്. ആ നീരിന് നല്ല സുഗന്ധമുണ്ടാവും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ വളരെ മാന്യമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കുന്ന ഈ പൂവിൽ നിന്നും അത് ഇങ്ങനെ അതിനെ മെതിക്കും തോറും അതിൽ നിന്ന് സുഗന്ധം വരുന്നത് പോലെ നമുക്ക് പ്രയാസമുണ്ടാകും തോറും അങ്ങോട്ട് നല്ല രൂപത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്ന ആ സ്വഭാവമാണ് ക്ഷമ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, മൽപിടുത്തത്തിൽ ശക്തി തെളിയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ. വലാകിന്ന ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരും, ആ കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷമയെന്ന് പറയുന്നത് വലിയ ഒരു ഗുണമാണ്. അത് ഈ വിവേകമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതിൻ്റെ തുടക്കം അല്പം കൈപ്പേറിയതാണെങ്കിലും അതിൻ്റെ ഒടുക്കം എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ, മധുരിക്കുന്ന ഒരു അനന്തര ഫലമാണ് ക്ഷമയിലൂടെ ലഭിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കവി ആ വിഷയത്തിൽ പാടുന്ന ചില വരികളുണ്ട്. അസ്സബ്റു മിസ്ല ഇസ്മിഹി മുർറും മുദാഖതുഹു ലകിൻ അവാഖിബുഹു അഹ്ലാ മിനൽ അസലി. വളരെ മനോഹരമായി അദ്ദേഹം പറഞ്ഞു, ക്ഷമ എന്ന് പറയുന്നത് അതിന്റെ തുടക്കം അല്പം കൈപ്പേറിയതാണ്, കുറച്ച് പ്രയാസമാണ്. എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല ക്ഷമിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ആ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലമോ അഹ്ലാ മിനൽ അസലി, വളരെ മധുരിക്കുന്ന തേനിനേക്കാളും മധുരമായിരിക്കും അതിന്റെ അനന്തര ഫലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് കാണാം. ക്ഷമിക്കുന്ന എല്ലാ ആളുകൾക്കും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അപ്പോൾ ഈ രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി വിവേകത്തോടുകൂടി എടുത്തുചാടി പ്രവർത്തിക്കാതെ വിവേകത്തോടെയും വിനയത്തോടു കൂടിയും പ്രതികരിക്കുന്ന സ്വഭാവമാണ് ഒന്നാമതായും അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇവിടെ വിവേകം കാണിക്കുക എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സംസാരിക്കുന്നത്, എടുത്തുചാടി പ്രതികരിക്കുന്നത് വിവേകമല്ല എന്നതോടൊപ്പം എല്ലാ സന്ദർഭത്തിലും തീരെ ഇടപെടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക, മൗനമടിയുക എന്നുള്ളതും വിനയമല്ല, വിവേകമല്ല എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകളെ നമുക്ക് കാണാം, അവർ ഒന്നിനും ഇടപെടില്ല. അവർ ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്, മിണ്ടാതിരിക്കലല്ലേ നല്ലത് എന്ന് പറയുന്ന പല സന്ദർഭങ്ങളിലും അനിവാര്യമായി ഉണ്ടാവേണ്ടുന്ന മിണ്ടാതിരിക്കുക, മൗനമടിയുക എന്ന സ്വഭാവത്തെ ജീവിതത്തിലുടനീളം തന്റെ സ്വഭാവമായി സ്വീകരിച്ച ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവേകമുള്ള ആളുകൾ ഇടപെടേണ്ടിടത്ത് ഇടപെടേണ്ടതുപോലെ അതിനനുസരിച്ചുള്ള തോതിനനുസരിച്ചുകൊണ്ട് ഇടപെടുക എന്നതാണ് ബുദ്ധി എന്നാണ് പ്രവാചകന്റെ ചരിത്രത്തിലുള്ള മാതൃക. വളരെ കൃത്യമായ ചില ചരിത്ര സംഭവങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലത് മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ആവശ്യമുള്ളിടത്ത് ഇടപെടേണ്ടതുപോലെ ഇടപെടണം, അതാണ് ബുദ്ധി, അതാണ് വിവേകം എന്നറിയിക്കുന്ന പ്രവാചകന്റെ ചില ചരിത്രങ്ങളുണ്ട്. ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ കറുത്തിരുണ്ട മനുഷ്യനായിരുന്നു, നമുക്കറിയാം. ശക്തമായ കറുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ നിറം. ഒരിക്കൽ അദ്ദേഹവും അബൂദർ റളിയല്ലാഹു തമ്മിൽ ഒരു വാക്തർക്കമുണ്ടായി, ചെറിയൊരു പ്രശ്നമുണ്ടായി. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ ഒരു ദേശത്തിന്റെ ആധിക്യം കാരണത്താൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യബ്ന സൗദ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, കളിയാക്കി, പരിഹസിച്ചു. യബ്ന സൗദ, കറുത്തവളുടെ മകനെ എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലും ഒരു മകനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രയോഗമാണത്. കറുത്തവളുടെ മകനെ, തന്റെ ഉമ്മയാണ് അവിടെ ശരിക്കും ആക്ഷേപിച്ചത്, കളിയാക്കിയത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അങ്ങേറ്റത്തെ സങ്കടമായി. നേരെ അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അബൂദർ ഇങ്ങനെയൊക്കെ വിളിച്ച് പരിഹസിച്ചിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായിട്ടാണ് അവിടെ പ്രതികരിച്ചത്. അവിടെ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, സാരല്ല എന്ന് പറഞ്ഞവിടെ തീർക്കുകയല്ല ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിക്കാണ്, അയ്യർതഹു ബി ഉമ്മിഹി ഇന്നകും റൂൻ ഫീക ജാഹിലിയ. അബൂദർ, ബിലാലിന്റെ ഉമ്മയെ കുറിച്ച് നീ എങ്ങനെ പറഞ്ഞു? എങ്കിൽ നീ മനസ്സിലാക്കണം, ആ ജാഹിലിയത്തിന്റെ ആ ഒരു സ്വഭാവം ഇപ്പോഴും താങ്കളിലുണ്ട്, നിന്നിലുണ്ട്. അത് തുടച്ചു മാറ്റാൻ സമയമായിട്ടുണ്ട് അബൂദർറെ എന്ന് പറഞ്ഞ് വളരെ ശക്തമായ ശൈലിയിലാണ് അവിടുന്ന് ഇടപെട്ടത്. അപ്പൊ അവിടെ പ്രതികരിക്കേണ്ടതാണ്, അതാണ് വിവേകം എന്ന് മനസ്സിലാക്കി ആ രീതിയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അവസരത്തിൽ വളരെ മാതൃകാപരമായ വിനയത്തിനുള്ള, വിവേകത്തിനുള്ള ഒരു കൃത്യമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കേട്ട ഒരു ചരിത്ര സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു ഭൃത്യൻ അല്പം ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു. ഒരു ഭാര്യ എന്ന നിലക്ക്, പ്രത്യേകിച്ചും ഭാര്യമാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അതിൻ്റെതായ ഒരു പ്രായത്തിന്റെ ഒരു ഇതൊക്കെ സ്വഭാവത്തിൽ സ്വാഭാവികമായും ഉണ്ടാവും. എന്നതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവത്തിൽ ആ പ്രായത്തിന്റെ ആ രീതിയിലുള്ള ഒരു ന്യൂനത ഉണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഭർത്താവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഏതൊരു ഭാര്യയും സാധാരണ നിലക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുവന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല, സഹിച്ചില്ല. അത് ആ ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒരു ഭക്ഷണ പദാർത്ഥം ആ പാത്രത്തിൽ കണ്ട ഉടനെ ഒന്നും നോക്കാതെ ദേഷ്യം കൊണ്ട്, ആ ഗീറത്ത്, ആത്മരോഷം കൊണ്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചു. ആ ഒരു ഹദീസിൽ പറയുന്നത് പാത്രം 2 കഷ്ണമായി, നിസ്ഫൈൻ 2 കഷ്ണങ്ങളായി താഴെ വീണു എന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം താഴെ വീണുപോയി. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട ഒരു മാതൃകയുണ്ട്. ഇന്ന് തന്റെ പ്രിയപ്പെട്ട തന്റെ ഭർത്താവിന് വേണ്ടി രാപ്പകലുകളില്ലാതെ അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന, ശരീരത്തിന് എന്തൊക്കെ പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി എല്ലാ വേദനയും സഹിച്ച് ഭർത്താവിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി പാചകങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയെ കുറിച്ച് അവൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ, അന്നത്തിൽ അല്പം ഉപ്പ് കൂടി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത ചായയിൽ ഒരല്പം പൊടി കുറഞ്ഞുപോയി, അല്ലെങ്കിൽ മധുരം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിലൊക്കെ ഭാര്യയെ തെറി വിളിച്ച്, ചീത്ത വിളിച്ച്, വളരെ ഭീകരമായ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിച്ച് ഭാര്യയോട് തെറി വിളിച്ച് ഇറങ്ങിപ്പോകുന്ന വിവരമില്ലാത്ത നാണം കെട്ട ഭർത്താക്കന്മാർക്ക് പ്രവാചകന്റെ ഈ ചരിത്രം വലിയ ഒരു മാതൃകയാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? നമ്മളാണെങ്കിൽ എന്തായിരിക്കും സഹോദരന്മാരെ ചെയ്യുക? നമ്മുടെ ഭാര്യ ഈ രൂപത്തിൽ ഒന്ന് ഇടപെട്ട നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? നമ്മൾ 2 എണ്ണം പൊട്ടിച്ച് ഭാര്യ അവിടെ ഇരുത്തും. ഞാനാ നിന്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞത് അനുസരിക്കാനാണ് നിന്നെ കൊണ്ടുവന്നത്, എന്റെ ചെലവിൽ കഴിഞ്ഞ് എന്റെ അന്നം തിന്ന് എനിക്കെതിരെ സംസാരിക്കാനോ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ ആരാ ചോദിക്കാൻ എന്നൊക്കെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യം പറഞ്ഞൊരു വാചകമുണ്ട്, ഗാറത്ത് ഉമ്മുക്കും എന്ന് പറയാണ്. അത് നമ്മളോടൊക്കെയുള്ള വലിയൊരു തിരിച്ചറിവിന്റെ ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പണ്ഡിതന്മാർ ആ ഒരു പ്രയോഗത്തെ ഗാറത്ത് ഉമ്മുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയായ ആയിഷയ്ക്ക് ആത്മരോഷമുണ്ടായതാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പണ്ഡിതന്മാർ ആ ഒരു പ്രയോഗത്തെ എടുത്ത് വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം ആയിഷയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്നതിന് വേണ്ടിയാണ്. റസൂലിനോട്, പ്രവാചകനോട് ഭാര്യ ആയിഷ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായല്ലോ എന്ന് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മോശം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതൊരു ആത്മരോഷത്തിന്റെ പേരിൽ, ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തത്. ആ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തതാണ്. അതുകൊണ്ട് ആയിഷയുടെ സ്ഥാനം അതിന്റെ പേരിൽ നിങ്ങൾ കുറച്ചു കാണാൻ പാടില്ല എന്ന് വലിയൊരു പ്രഖ്യാപനമായിരുന്നു ആ പ്രവാചകന്റെ വാചകത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. വളരെ ചെറിയൊരു കുട്ടിയെ പോലെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ
താഴേക്ക് വന്ന് വളരെയധികം വിനയത്തോടുകൂടി ആ പാത്രത്തെ ഇങ്ങനെ തൻ്റെ കയ്യിലെടുത്ത് അതിലേക്ക് തൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇടുന്ന ഒരു വല്ലാത്ത രംഗമാണ് അവിടെ ഉണ്ടായത്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് സഹിച്ചില്ല. സ്വാഭാവികമായും തൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവൊന്ന് കുനിഞ്ഞു തന്നാൽ എത്ര ദേശമുള്ള ഭാര്യയാണെങ്കിലും അവൾക്ക് തൻ്റെ തെറ്റിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവും, സ്വാഭാവികമായ ഒരു കുറ്റബോധം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ഉറപ്പാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അള്ളാന്റെ റസൂൽ തോറ്റു കൊടുക്കാണ്, ഒരു കുട്ടിയെ പോലെ പെരുമാറാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു പെണ്ണെന്ന നിലക്ക് പല ദൗർബല്യങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചതാണല്ലോ. പ്രവാചകൻ ആ രൂപത്തിൽ ആണ് ഇടപെടുന്നത്. ഒന്നും മിണ്ടിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹക്ക് സഹിച്ചില്ല. പ്രവാചകനെ കെട്ടിപ്പിടിച്ച് വല്ലാത്ത സ്നേഹപ്രകടനം നടത്തിക്കൊണ്ട് ആ തെറ്റ് സമ്മതിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് മാപ്പ് ചോദിച്ചു എന്നാണ് ആ ചരിത്രം പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ചില രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാൽ തീർച്ചയായും ഇന്ന് പല പ്രശ്നങ്ങൾ കൊണ്ട് അല്ലാത്ത വിഷമാവസ്ഥയിൽ കഴിയുന്ന പല കുടുംബങ്ങളും ഭാര്യ ഭർത്ത് ബന്ധങ്ങളും സുദൃഢമാകുമെന്നുള്ളത് തീർച്ചയാണ്. ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കുക എന്നുള്ളത് വലിയ വിവേകമാണ് എന്ന ഒരു വലിയ പാഠമാണ് ഈ ചരിത്രം നൽകുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അള്ളാന്റെ റസൂൽ ഒന്നും പ്രത്യേകിച്ച് ആ രൂപത്തിൽ ദേശത്തോട് പ്രതികരിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അത് വിവേകമാണ്. അതാണ് വിവേകം എന്ന് പറഞ്ഞാൽ, അതാണ് ഹിൽം എന്ന് പറഞ്ഞാൽ. ചിലയിടത്ത് ഒന്നും മിണ്ടാതിരിക്കലാണ് ഏറ്റവും വലിയ മറുപടി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അറബിയിൽ സാധാരണ പറയാറുണ്ട്, ലികുല്ലി മഖാലിൻ മഖാമുൻ വലികുല്ലി മഖാമിൻ മഖാലുൻ. എല്ലാ സന്ദർഭത്തിലും പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാ കാര്യം പറയുമ്പോഴും അതിനൊരു സന്ദർഭം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും. അതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ഒരു വിവേകം എന്ന് പറയുന്ന സ്വഭാവമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അവർക്ക് രണ്ടുപേർക്കും അള്ളാഹുവിനും റസൂലും ഇഷ്ടമുണ്ടാകുന്ന തരത്തിലേക്ക് ആയി മാറാൻ ഈ സ്വഹാബിയിലൂടെ കാരണമായത് എന്നാണ് ഒന്നാമതായും ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ആ ഒരു സ്വഭാവത്തിന്റെ ഉടമകളാക്കി നമ്മെ മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത രണ്ട് ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് അൽ ഹിൽം, വിവേകം എന്നതാണ്. രണ്ടാമതായി പറഞ്ഞത് വൽ അനാത്ത് എന്നാണ്. അനാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അവധാനത എന്നാണ് അതിനർത്ഥം പറയാം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഹുവ തഅന്നി ഫിൽ ഉമൂർ വഅദമുൽ അജല. അനാത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ ഒരു പതുക്കം കാണിക്കുക, ഒരു സാവകാശം കാണിക്കുക എന്നുള്ളതാണ്. വഅദമുൽ അജല, ധൃതിപ്പെടാതിരിക്കുക, എടുത്തു ചാടാതിരിക്കുക എന്നതാണ്. വഅല്ല യഖുദൽ ഇൻസാനുൽ ഉമൂറ ബിളാഹിരിഹാ ഫയതഅജ്ജൽ. കാര്യങ്ങളെ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള അവസ്ഥ നോക്കി പെട്ടെന്ന് എടുത്തു ചാടി ദീർഘവീക്ഷണമില്ലാതെ ഇടപെടുന്നതിനേക്കാളും വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അപ്പുറവും ഇപ്പുറവും ഒക്കെ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം ഇടപെടുന്ന, പ്രതികരിക്കുന്ന സ്വഭാവമാണ് അവധാനത, അനാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഈ സ്വഹാബിയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത് അതാണ്. മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെ എടുത്തു ചാടി ധൃതിപ്പെട്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ എന്തായാലും അള്ളാന്റെ റസൂലിനെ കാണും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ സാവകാശം, ഒതുക്കത്തോടുകൂടി തൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ല വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് വന്നത്. അതാണ് അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു വരവിൽ നമ്മൾ കണ്ട അനാത്ത് എന്ന് പറയുന്ന ഒരു ഗുണം. ആ ഒരു ഗുണമാണ് രണ്ടാമതായും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമുക്കൊക്കെ ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണിത്. ഈ ട്രാഫിക്കിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ട്രാഫിക്കിൽ ചിലപ്പോൾ സിഗ്നലിന് വേണ്ടി ഓപ്പണായി കിട്ടാൻ വേണ്ടി, തുറന്നു കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, കാത്തു നിൽക്കേണ്ടി വരും. നമുക്ക് എന്തായാലും അറിയാം 30 സെക്കൻഡ് കഴിയാതെ ഇത് തുറക്കില്ല, എനിക്ക് അങ്ങോട്ട് എൻ്റെ വാഹനം ഓടിച്ചു പോകാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മിൽ അധികം ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ ഓണടിച്ച് നമ്മുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വാഹനത്തിലുള്ള ആളെ ശല്യം ചെയ്യുന്ന, പ്രയാസപ്പെടുത്തുന്ന, ശബ്ദം കൊണ്ട് ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ അധികം ആളുകൾ കാണിക്കാറുണ്ട്. ഇതൊക്കെ ഈ അവധാനത ഇല്ലാത്ത ഒരു സ്വഭാവമാണ്.
അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്യാണ്. അതുകൊണ്ടൊരു കാര്യമില്ല നമുക്കറിയാം. ഇപ്പൊ എന്ത് കാര്യമുള്ളത്? എന്തായാലും ആ ഓണടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. ഇത് തുറക്കാതെ ഒരിക്കലും കഴിയില്ല മുന്നോട്ട് പോകാൻ. എന്നറിഞ്ഞിട്ടും ഇത് ധൃതിയാണ്, എടുത്തു ചാട്ടാണ്. ക്ഷമിക്കാനുള്ള ഒരു സ്വഭാവമില്ല. ആ ഒരു മാനസിക അവസ്ഥയില്ലാതെ ഇങ്ങനെ ധൃതി പിടിച്ച് ഇടങ്ങേറാക്കാണ് മറ്റുള്ള ആളുകളെ. ഈ സ്വഭാവം കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വാഹനമൊന്നും അറിയാതെ ഒന്ന് അതിന്റെ സ്റ്റാർട്ട് ഓഫായി പോയാൽ, നിന്നുപോയാലൊക്കെ ഒരു സാമാന്യ ബുദ്ധി കൊണ്ടെങ്കിലും ചിലപ്പോൾ സംഭവിച്ചതായിരിക്കും, ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാം. എന്നിട്ട് പോലെ അതൊന്നും ചെയ്യില്ല. ഇങ്ങനെ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് തലയിട്ട് ചീത്ത വിളിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ വരെ നമുക്ക് ഡ്രൈവർമാരൊക്കെ കാണാൻ പറ്റും. സാധാരണ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാണിത്. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല സഹോദരങ്ങളെ. എവിടെയൊക്കെയും നമ്മളൊന്നും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചില സ്വഭാവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സാഹചര്യത്തിൽ മാന്യമായി ഇടപെട്ടാൽ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മളെ മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന വളരെ മഹിതമായ മാതൃകകളായിരിക്കും അതൊക്കെ. അതുകൊണ്ട് ഈ രൂപത്തിൽ അവധാനതയോടുകൂടി ആ രീതിയിൽ ആളുകൾക്ക് നമ്മളെയോട് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ, ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന് ആ സ്വഹാബിയോട് പ്രത്യേകം ഇഷ്ടം തോന്നാൻ കാരണമായതുപോലെ മറ്റുള്ള ആളുകൾക്ക് നമ്മളെ ആകർഷിക്കാനും ആ രൂപത്തിൽ നമ്മളേക്ക് അടുക്കുവാനും നമ്മിലൂടെ ദീനിനോട് സ്നേഹമുണ്ടാകുന്ന തരത്തിലേക്ക് മാറാനൊക്കെ പ്രചോദനമാകുന്ന വിധത്തിലുള്ള ഇത്തരം സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ദുനിയാവിക ജീവിതവും പാരത്രിക ജീവിതവും ഏറ്റവും മനോഹരമായ സന്തോഷപൂരിതമായ ജീവിതമായി മാറും എന്നാണ് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ ഇത്തരം ചരിത്രത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇത്തരം സൽഗുണങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, അങ്ങനെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടം നേടി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരുടെ രോഗത്തിന്റെ പരിപൂർണമായ ശമനം നൽകി ആരോഗ്യകരമായ ആഫിയത്തുള്ള സന്തോഷമുഖരിതമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പല ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും വളരെ എളുപ്പത്തിലൂടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ കടം വീടാനും മറ്റു പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എളുപ്പ വഴികളിലൂടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനുള്ള അവസ്ഥകളും സാഹചര്യവും അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.